ഇത് ഏതെങ്കിലും ഒരു സിനിമയിലെ സീനാണെന്ന് തോന്നിയോ? എങ്കിൽ അല്ല. ഇത് ഈ അടുത്ത് ഇന്തോനേഷ്യയിൽ നടന്നൊരു സംഭവമാണ്. ഇന്തോനേഷ്യയിൽ ഒരു ചൈൽഡ് കെയർ സെൻ്ററിൽ നിന്ന് എടുത്ത ഈ വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിച്ച് അതിൻ്റെ ക്ഷീണത്തിൽ ഉറങ്ങുകയാണ് എന്ന് കാണുന്ന ഏതൊരാൾക്കും തോന്നിയേക്കാം. പക്ഷേ വാസ്തവം അതല്ല. ഡേ കെയറിലെ സ്റ്റാഫിന് ജോലി എളുപ്പമാക്കാനായിട്ട് അവിടെയുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ഇതുപോലെ മരുന്ന് കൊടുത്ത് അവരെ മയക്കി കിടത്തും. ഉറക്കത്തിലെങ്ങും എണീറ്റ് പോകാതിരിക്കാനായിട്ട് അവരുടെ ഡ്രസ്സ് കൊണ്ട് തന്നെ അവരെ അവിടെ കെട്ടിയിടും. ഒരു കാഴ്ചക്കാരനായിട്ട് പോലും എനിക്ക് പോലും ഈ വിഷ്വൽ കണ്ടിട്ട് താങ്ങാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിലുള്ള കുട്ടികളുടെ പേരൻസ് ഈ വീഡിയോ കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുപാട് സ്നേഹത്തോടെ വീട്ടിൽ അത്രയും കെയർ കൊടുത്തിട്ട് അതേ കെയർ തന്നെ കിട്ടും എന്ന പ്രതീക്ഷയോടെ നമ്മൾ ഒരുപാട് രൂപയും കൊടുത്ത് ഇതുപോലെയുള്ള ഡേ കെയർസിൽ വിടും. പക്ഷേ അവിടെ നടക്കുന്നത് ഇതാണ്. ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ആ ഡേ കെയറിലുള്ള 13 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇങ്ങനെയുള്ള വിഷ്വൽസ് വരുമ്പോൾ ചൈൽഡ് സേഫ്റ്റിയെക്കുറിച്ചുള്ള കൺസേൺസ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതുപോലെയുള്ള ചൈൽഡ് കെയർ സെൻറ്റേഴ്സിലേക്ക് വിടുന്നത്? ഒരുപാട് പ്രതീക്ഷയോടെ നമ്മൾ വിടുമ്പോൾ ഇതാണ് സംഭവിക്കുക. ഈ സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ട് കുറച്ച് വഴികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കുട്ടിയെ നോക്കാനായിട്ടോ അതിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ടോ നിങ്ങൾ പ്രിപ്പയർഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ശ്രമിക്കാതിരിക്കുക. കാരണം പാരൻറ്ഹുഡ് എന്ന് പറയുന്നത് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ അതിന് പ്രിപ്പയർഡ് അല്ല എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ശ്രമിക്കരുത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ നോക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല എന്നുണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ നിയോഗിക്കുക. കാരണം നിങ്ങളെക്കാട്ടിലും ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടിയുടെ ഗ്രാൻഡ് പാരൻസിന് നിങ്ങളുടെ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യം, ഇനി വേറൊരു ഓപ്ഷനും ഇല്ല, ഡേ കെയറിൽ വിടാതെ വേറെ ഒരു വഴിയുമില്ല എന്നുള്ളതാണെങ്കിൽ പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഡേ കെയറിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക. അവിടെ ഇതുപോലെ പ്രീവിയസ് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഡെയിലി ഡേ കെയറിൽ പോയിട്ട് വരുന്ന കുട്ടിയുടെ ശരീരം മുഴുവൻ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും പാടുകളോ മുറിവുകളോ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ നേരെ ചെന്ന് അന്വേഷിക്കുക. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് സൈലൻ്റായിട്ട് വെക്കാതെ കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് അതിനെതിരെയുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ശരിയാണ്, ഒരു പക്ഷേ പൂർണ്ണ താല്പര്യത്തോടെ ആയിരിക്കില്ല നമ്മൾ നമ്മുടെ കുട്ടിയെ ഡേ കെയറിലേക്ക് അയക്കുന്നത്. അതിന് പല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തുന്ന നമ്മുടെ കുഞ്ഞിനെ മറ്റൊരാൾ ഈ രീതിയിൽ പീഡിപ്പിക്കുന്നതും ഉപദ്രവിക്കുന്നതും കാണുമ്പോൾ എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക? സോ അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കേണ്ടതും നമ്മൾ തന്നെയല്ലേ?